ഫ്രണ്ട്സ്, വെൽക്കം ടു സഖീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ലെമൺ റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉഴുന്ന്. ഇതൊന്നും എല്ലാം നന്നായി കുറച്ചൊന്ന് ഫ്രൈ ആയി വരട്ടെ. വറ്റൽ മുളക് ഒരു 2 എണ്ണം, കരിവേപ്പില, കപ്പലണ്ടി, എല്ലാം ഒന്ന് എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് സവോള, ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, എല്ലാം ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമുക്ക് മട്ടരി ഏത് റൈസ് വേണമെങ്കിലും ലെമൺ റൈസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ തലേദിവസത്തെ ചോറ് കുറച്ച് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിറ്റേ ദിവസം ലെമൺ റൈസ് ആക്കിയിട്ട് കഴിക്കാം. ഒരു നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയാണത്. സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതിലേക്ക് എന്താ ലെമൺ ഒഴിക്കണം. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ലെമണാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ബസ്മതി റൈസ് ആണ് കുക്ക് ചെയ്തെടുത്തുള്ള ബസ്മതി റൈസ്. ഇതൊരു കപ്പ് റൈസ് ആണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, മട്ടരി ഏത് റൈസ് വേണമെങ്കിലും ഇനി യൂസ് ചെയ്യാം. തലേദിവസത്തെ റൈസ് ഇപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അത് ലെമൺ റൈസ് ആക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലെമൺ റൈസ് റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കണ്ടല്ലോ എല്ലാവരും ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.